ഇന്ന് നമുക്ക് ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കാം. പല ക്രൈസ്തവരുടെയും വിചാരം ക്രിസ്തീയ ജീവിതം വളരെ എളുപ്പമാണ്, അതിന് മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ യാദൃച്ഛികമായി വന്നു ചേർന്നുകൊള്ളും എന്നൊക്കെയാണ്. അതിനായിട്ട് ചെറിയതായ കുമ്പസാരവും കുർബാനയും നേർച്ചയും വഴിപാടുമൊക്കെ കഴിച്ച് ഒന്ന് പോയാൽ മതിയെന്നാണ് വിചാരം. ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ദാനത്തെ അത് പ്രാപിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പോരാട്ടങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലേഖനം 6-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മാ സേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിനോ ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. നിങ്ങൾക്ക് അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഒരു ക്രിസ്ത്യാനി വലിയ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു തയ്യാറെടുപ്പിൻ്റെ കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരു പടയാളിക്ക് ഏറ്റവും ആവശ്യമായിരിക്കേണ്ടത് ധൈര്യവും ശക്തിയുമാണ്. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഉണർത്തുന്നത്. ധൈര്യവും വേണം, ശക്തിയും വേണം. അത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ധൈര്യപ്പെടും. വലിയ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ കർത്താവിൽ കൂടെയുള്ള ഈ ധൈര്യമാണ് നമ്മളെ യുദ്ധത്തിന് പ്രാപ്തരാക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ അനേക മതങ്ങൾ പലവിധ ആശയങ്ങൾ പഠിപ്പിക്കുകയും നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ക്രൈസ്തവമായ മാർഗത്തിനും ആശയത്തിനും എതിരായിട്ടാണ് സകല ശത്രുക്കളും അണിനിരക്കുന്നതെന്ന് ഉള്ളത് വലിയ സ്പഷ്ടമായ സത്യം തന്നെയാണ്. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി വലിയൊരു പോരാട്ടം ആവശ്യമാണെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിന് ശേഷം സത്യത്തിൻ്റെ സ്ഥാനത്ത് പലവിധമായ അസത്യങ്ങൾ വളരുവാനും അത് പന്തലിക്കുവാനും ഇടയായിട്ടുണ്ട്. ഇന്ന് അസത്യങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ അളവിൽ വളർന്നിരിക്കുന്ന സമയമാണ്. ഏതൊരു മത സംഹിതയും പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയും അത് നൽകുന്ന മഹാപ്രതിഫലവും അത്ര മഹത്തായതുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള ആശയങ്ങൾ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ശത്രുക്കളെല്ലാം കീഴടക്കാൻ ദൈവത്തിൻ്റെ വചനമാകുന്ന ആത്മാവിൻ്റെ വാള് നാം കരുതണമെന്നാണ്. അതിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം എന്ന് പറയും. ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ ഏതെല്ലാം വിധത്തിലുള്ള ആയുധങ്ങളാണ് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് ലോകരാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങൾ, പല വിധത്തിലുള്ള ആയുധങ്ങൾ. അതുപോലെ
സത്യത്തിനെതിരായി വരുന്ന അസത്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. കാരണം നമുക്ക് പോരാട്ടമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പോരാട്ടങ്ങൾ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ അനുസരണം കെട്ട ദൂതന്മാർ, പാപം ചെയ്ത ദൂതന്മാർ എന്നെല്ലാം വേദപുസ്തകം വിശേഷിപ്പിക്കുന്നു. അവർ ക്രിസ്തീയ വിശ്വാസികളെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി വിപരീതങ്ങളായ ആശയങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുവാൻ മറ്റു മനുഷ്യരെ ഉപകരണങ്ങളാക്കുന്നു എന്നതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഹീനകൃത്യം. അതിന് എതിരായിട്ട് പോരാടേണ്ടതുണ്ട്. ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോട്, അതായത് ആദിമ ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന റോമൻ സാമ്രാജ്യം, യഹൂദമതം, നാമധേയ ക്രൈസ്തവ മാർഗങ്ങൾ, ഇവരെല്ലാം സത്യസഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അത് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും, ഈ പീഡകളെല്ലാം ആരംഭിക്കുമ്പോൾ മുതൽ എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഈ സർവായുധവർഗത്തിൽപ്പെട്ട ചില ആയുധങ്ങളെ കുറിച്ചാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. അതൊരു തയ്യാറെടുപ്പാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള വിവരണങ്ങൾ അടങ്ങിയ സത്യങ്ങളാണ്. അത് അരയ്ക്ക് കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. നീതി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാകുന്ന നീതിയാണ്. യേശുക്രിസ്തു ഒഴികെയുള്ള എല്ലാ യേശുവിനെ ബാധിക്കാത്ത വിധത്തിലുള്ള എല്ലാ ഉപദേശങ്ങളും നമ്മൾ തള്ളിക്കളയണം. നീതി എന്ന കവചം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കത്തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കും. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വലിയൊരു പരിചയാണ്, ശത്രുക്കളുടെ മുമ്പിൽ ഒരു മറയാണ് എന്നുള്ളതാണ്. പിന്നെ രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയ്ക്ക് സംരക്ഷണം നൽകാനാണ്. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. ഉണ്ടോ? ഇതാണ് സർവായുധവർഗം. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ. അതിനുള്ള പ്രത്യേകത ഇരുവായ്ത്തലയുള്ള വാൾ എന്നാണ്. ഏത് അന്ധവിശ്വാസങ്ങളെയും അബദ്ധങ്ങളെയും വെട്ടിനിരത്തുവാൻ പറ്റിയതാണ് ദൈവത്തിൻ്റെ വചനം. അത്രയ്ക്ക് ശക്തിയുള്ളതാണ് എന്നുള്ളതാണ്. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങൾ, സങ്കല്പങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് അത് അസത്യമാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇരുവിധത്തിലുള്ള പോരാട്ടമാണ്. ഒന്ന്, ഈ ജഡീക ജീവിതത്തിലുള്ള പോരാട്ടം. മറ്റൊന്ന് ആത്മീയ മേഖലയിലുള്ള പോരാട്ടം. ഇതിൽ രണ്ടിലും വിജയിക്കേണ്ടതാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കാൻ ആവശ്യമായിരിക്കുന്ന
സംഗതി. അതിനെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിൻ്റെ 3-ഉം 4-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ഇത് ദൈവത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസത്തിനെതിരായിട്ടുള്ള അനേകം അബദ്ധ വിശ്വാസങ്ങളാൽ ഇന്ന് മനുഷ്യൻ മനസ്സുകൊണ്ട് കുരുടന്മാരായി തീർന്നിരിക്കുകയാണ്. കാരണം സത്യത്തിൻ്റെ പ്രകാശത്തിലുള്ള ആ വെളിച്ചത്താൽ ലഭിക്കുന്ന ഉപദേശങ്ങളല്ല ഇന്ന് അനേകരും വിളമ്പിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കുന്നതും ഉറപ്പുള്ളതുമായ പ്രത്യാശയും വിശ്വാസവും നൽകുന്ന ദൈവത്തിൻ്റെ വചനം, അത് നൽകുന്ന പ്രതിഫലം അത്രയ്ക്ക് മഹത്വമായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ ഉറപ്പായിട്ട് ലഭിക്കുന്ന ജീവൻ്റെ പ്രത്യാശയുടെ വചനമാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും കന്മഷം നീക്കുക എന്നുള്ളതാണ് ഈ വിശ്വാസപ്രകാരം ലഭിക്കുന്ന പ്രതിഫലത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊരു പടയാളിയുടെ ഒരു പോരാട്ടം പോലെയാണ്. പടയാളി പൊരുത് ജയിച്ച് വിജയകിരീടം പ്രാപിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കും അതുപോലെ ഈ പോരാട്ടത്തിൽ പങ്കാളികളായി തീർന്നു യഥാർത്ഥമായ പ്രതിഫലത്തിന് അവകാശികളായി തീരുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായിരിക്കും. ഇത്തരം പറഞ്ഞുകൊണ്ട് വിഷയം അവസാനിക്കും.